മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 55-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. 5-ാമത്തെ ശ്ലോകം: ഫണശൃംഗസഹസ്രവിനിസൃമരജ്വലദഗ്നിഗണോഗ്രവിഷംബുധരം പുരതഃ ഫണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. കഴിഞ്ഞ ശ്ലോകത്തിൽ വെള്ളത്തിൽ നിന്ന് കാളിയൻ പൊങ്ങി വന്നു എന്ന് പറഞ്ഞു. ആ പൊങ്ങി വന്ന കാളിയനെ ഭഗവാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഫണശൃംഗ സഹസ്ര വിനിസൃമര ജ്വലദഗ്നി കണോഗ്രവിഷാംബുധരം പുരത ഫണിനം സമലോകയഥാ. പുരത ഫണിനം സമലോകയഥാ. പുരത മുൻപിൽ, ഫണിനം ആ നാഗത്തെ, പാമ്പിനെ, സമലോകയഥാ അങ്ങ് കണ്ടു. അങ്ങ് ആ കാളിയനെ തൻ്റെ മുൻപിൽ കണ്ടു. തൻ്റെ മുമ്പിലേക്ക് എത്തി കാളിയൻ എന്നുള്ളതാണ്. ആ ഭഗവാന്റെ മുമ്പിലേക്ക് കാളിയൻ വന്നു. കാളിയനെ തൻ്റെ മുൻപിലായിട്ട് ഭഗവാൻ കണ്ടു. പുരത ഫണിനം സമലോകയഥാ. എങ്ങനെയാണ്? ബഹുശൃംഗീണം അഞ്ജനശൈലമിവ. അഞ്ജനശൈലമിവ, ഒരു അഞ്ജനക്കല്ലുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു ശൈലം പോലെ, പർവ്വതം പോലെ, വലിയൊരു പർവ്വതം പോലെയാണ് കാളിയൻ്റെ ശരീരം. വളരെ വലുതായിട്ടുള്ള ആ ശരീരം ആ മുമ്പിൽ അങ്ങോട്ട് വന്ന് നിന്നു ഭഗവാന്റെ എന്നാണ്. ആ ഒരു അഞ്ജനക്കല്ല്, കറുത്തിട്ടാണല്ലോ അഞ്ജനക്കല്ല്. ആ അഞ്ജനക്കല്ല് പോലെയുള്ളതായിട്ടുള്ള കാളിയൻ, ആ ശരീരത്തോടു കൂടിയതായ കാളിയൻ തൻ്റെ മുമ്പിൽ വന്നു. ജ്വലദ എങ്ങനെയാണത്? ബഹുശൃംഗീണം, ധാരാളം ശൃംഗങ്ങളുള്ളത്, അനവധി ശൃംഗങ്ങൾ, കൊടുമുടികളുള്ളതായിട്ടുള്ള അഞ്ജനശൈലം പോലെ. എന്താ ഈ കൊടുമുടികൾ എന്ന് വെച്ചാൽ അനവധി ഫണങ്ങൾ, 1000 ഫണങ്ങളാണ് കാളിയനുള്ളതേ. അപ്പോൾ ആ 1000 ഫണങ്ങൾ 1000 ശൃംഗങ്ങളായിട്ടാണ്, കൊടുമുടികളായിട്ടാണ് ഇവിടെ പറയണത്. അങ്ങനെ 1000 കൊടുമുടികൾ, ബഹുശൃംഗീണം എന്നേ പറയുന്നുണ്ട്. ധാരാളം കൊടുമുടികളുള്ളതായ ഒരു അഞ്ജനപർവ്വതം പോലെ അത്ര വലുതായിട്ടുള്ള ഈ കാളിയൻ ശരീരത്തോടു കൂടി ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് വന്ന് നിന്നു എന്നാണ്. ഇനി അതിൻ്റെ ഒന്നുകൂടിയും കാളിയനെ തന്നെ വർണ്ണിക്കുകയാണ് ചെയ്യണത് ബാക്കി 2 വരികളിലും. ഫണശൃംഗ സഹസ്ര വിനിസൃമരത്. ഫണശൃംഗങ്ങൾ, ഫണങ്ങൾ, പത്തികൾ, പടങ്ങൾ, ഫണശൃംഗങ്ങൾ, ശൃംഗങ്ങളെ പോലെയുള്ളതായിട്ടുള്ള ഫണങ്ങൾ, അല്ലെങ്കിൽ ശൃംഗം എന്നുള്ളതിന് അറ്റം എന്നുള്ള അർത്ഥമുണ്ട്. എന്തായാലും ഫണശൃംഗങ്ങളിൽ, ആ ഫണാഗ്രങ്ങളിൽ സഹസ്രം, 1000 ഫണങ്ങളിൽ നിന്ന്, പത്തികളിൽ നിന്ന് വിനിസൃമരത്, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള, വിനിസരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുറത്തേക്ക് വരില്ലേ, വിനിസൃമരത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, 1000 ഫണങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജ്വലത് അഗ്നിഗണ ഉഗ്രവിഷാംബുധരം. ജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നിഗണം, തീയാണ് വമിക്കണത് എന്നാണ്. തീ പോലെയുള്ളതായിട്ടുള്ള ആ വിഷം, അതാണ് ഈ 1000 പത്തികളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ജ്വലത് അഗ്നി, ജ്വലത്തായിരിക്കുന്നതായ, കത്തുന്നതായിട്ടുള്ള, തിളങ്ങുന്നതായിട്ടുള്ള അഗ്നിഗണം, അഗ്നികണങ്ങളെ പോലെ, തീനാളങ്ങളെ പോലെയുള്ളതായിട്ടുള്ള ഉഗ്രവിഷം, ഉഗ്രമായിട്ടുള്ള, ഉഗ്രമായിട്ടുള്ള, അതിഭയങ്കരമായിട്ടുള്ള വിഷാംബുധരം, വിഷജലം, ആ വിഷജലം ധരിക്കുന്നതായിട്ടുള്ള, അതായത് അത്യുഗ്രമായിട്ടുള്ള അഗ്നി പോലെയുള്ളതായിട്ടുള്ള വിഷജലത്തെ ഈ ഭണങ്ങളിൽ നിന്നൊക്കെ, 1000 ഭണങ്ങളിൽ നിന്നും വമിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ആ കാളിയൻ അങ്ങയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങയുടെ മുൻപിൽ അദ്ദേഹത്തെ, ആ കാളിയനെ അങ്ങ് കണ്ടു. പുരത ഫണിനം സമലോകയഥാ. ആ ഫണിയെ, നാഗത്തെ, സമലോകയഥാ അങ്ങ് കണ്ടു. എൻ്റെ വിശേഷണമാണ് ബാക്കിയൊക്കെ. ഫണശൃംഗ സഹസ്ര വിനിസൃമരത്. ഫണശൃംഗങ്ങളിൽ, ഫണങ്ങളാവുന്ന ശൃംഗങ്ങളിൽ നിന്ന് വിനിസൃമരത് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വിനിസൃമരൽ ജ്വലത് അഗ്നികണം, ജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നി തീനാളങ്ങളെ പോലെ ഉഗ്രമായിട്ടുള്ള വിഷാംബുധവിനെ, വിഷജലത്തെ
വഹിച്ചുകൊണ്ട് വിഷജലം തുപ്പിക്കൊണ്ട് 10,000 പത്തികളിൽ നിന്നും ഇങ്ങനെയുള്ളതായിട്ടുള്ള വിഷജലം തുപ്പിക്കൊണ്ട് ബഹുശൃംഗീണം അഞ്ജനശൈലം ഇവ ബഹുശൃംഗങ്ങളോടുകൂടിയ അനവധി കൊടുമുടികളോടുകൂടിയ, അതായത് 1000 ഫണങ്ങളാണുള്ളത്. അപ്പോൾ 1000 കൊടുമുടികൾ, ആ ബഹുശൃംഗീണം ധാരാളമായിട്ടുള്ള ശൃംഗങ്ങളോടുകൂടിയ കൊടുമുടികളോടുകൂടിയ ഒരു അഞ്ജനക്കല്ല് കൊണ്ടുള്ളതായിട്ടുള്ള പർവ്വതം പോലെ, ശൈലം ഇവ ശൈലം പോലെ, അതായത് കറുത്ത നിറം. ആ കറുത്ത നിറത്തിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഫണിയെ, പാമ്പിനെ അങ്ങ് മുൻപിൽ കണ്ടു എന്ന്. അടുത്ത ശ്ലോകം. ജ്വലദക്ഷി പരീക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. ആ കാളിയൻ എന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് പറയാണ്. ജ്വലദക്ഷി, ജ്വലിക്കുന്നതായിട്ടുള്ള അക്ഷികളോടുകൂടി, കണ്ണുകളോടുകൂടി, അനവധി കണ്ണുകളുണ്ടല്ലോ. ആ 1000 ഫണങ്ങളിലുള്ളതായിട്ടുള്ള കണ്ണുകൾ അപ്പോൾ 2000 കണ്ണുകളാണ്. അങ്ങനെ 2000 കണ്ണുകളും തീപ്പൊരി പകർത്തിക്കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഭഗവാന്റെ മുമ്പിൽ. ജ്വലദക്ഷി, ജ്വലിക്കുന്നതായ അക്ഷികളോടുകൂടി. പരീക്ഷരദ് ഉഗ്രവിഷശ്വസനോഷ്മഭര, പരീക്ഷരദ് പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള, ഒഴുകുന്നതായിട്ടുള്ള ഉഗ്രവിഷം, ഉഗ്രമായിട്ടുള്ള വിഷം കൊണ്ട് വിഷം വമിപ്പിക്കുന്നതായിട്ടുള്ള ഉഗ്രവിഷ ശ്വസനം. ആ കാറ്റ്, കളിയൻ്റെ പത്തികളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ കാറ്റ് ഉഗ്രവിഷത്തെ വമിക്കുന്നതാണ്. പരീക്ഷരത് ഉഗ്രവിഷ, പരീക്ഷരതായിരിക്കുന്ന പുറത്തേക്ക് ഒഴുകുന്നതായിട്ടുള്ള, വമിക്കുന്നതായിട്ടുള്ള ഉഗ്രവിഷം, ഉഗ്രമായിട്ടുള്ള വിഷം കൊണ്ട് വിഷത്തോടു കൂടിയ ശ്വസനം, കാറ്റ്. ആ അകത്തു നിന്ന് വരുന്നതായിട്ടുള്ള, പത്തികളിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാറ്റിൽ തന്നെ ഈ ഉഗ്രവിഷമുണ്ട് എന്ന് പറയാണ്. ശ്വസനോ ഉഷ്ണഭരഹ, ശ്വസനമാവുന്ന ഉഷ്ണഭരം, അത്യധികമായ ചൂട് വഹിക്കുന്നതായിട്ടുള്ള ആ കാളിയൻ. സ മഹാഭുജഗ, അപ്രകാരമുള്ളതായിട്ടുള്ള ആ പെരുമ്പാമ്പ്, മഹാഭുജഗ പരിദശ്യ ഭവന്തം, അങ്ങയെ അങ്ങട് കൊത്തി, പരിദശ്യ ദംശിച്ചിട്ട് കടിച്ചിട്ട് അങ്ങയെ കൊത്തിയിട്ട, പാമ്പാവുമ്പോൾ കൊത്തുക എന്ന് പറയുക നമ്മൾ. പരിദശ്യ ഭവന്തം, അങ്ങയെ കൊത്തിയിട്ട്, പരിദശ്യ ഭവന്തം അനന്തബലം, അനന്തമായ ബലത്തോടു കൂടിയ അങ്ങയെ ദംശിച്ചിട്ട്, അതായത് ആ എത്ര ദംശിച്ചാലും കടിച്ചാലും കൊത്തിയാലും അതൊന്നും ഇവിടേക്ക് ഏൽക്കില്ല എന്നുള്ളതാണ്. അനന്തബലം, അനന്തമായ ബലത്തോടു കൂടിയ അങ്ങയെ സമവേഷ്ടയത്, അങ്ങോട്ട് ചുറ്റി, ഭഗവാനെ ചുറ്റി, ഭഗവാന്റെ പുറത്ത് ഭഗവാനെ അങ്ങോട്ട് ചുറ്റി വരിഞ്ഞു ഈ പാപ്പ തൻ്റെ ശരീരം കൊണ്ട് എന്നാണ്. സമവേഷ്ടയത്, ചുറ്റി വരിഞ്ഞു. അസ്ഫുടചേഷ്ടമഹോ, എന്നാൽ അങ്ങ് എന്താ ചെയ്യാൻ പോണത് എന്നുള്ളതൊന്നും ഈ പാമ്പിന് നിശ്ചയില്ല. അസ്ഫുടമായ ചേഷ്ടയോടുകൂടി അതൊക്കെ അനുവദിച്ചു കൊടുത്തു. തന്നെ പൊതിയാനായിട്ട്, ശരീരം പൊതിയാനായിട്ടും തന്നെ കടിക്കാനായിട്ടും കൊത്താനായിട്ടും ഒക്കെ ഭഗവാൻ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അനുവദിച്ചു കൊടുത്താൽ അത് ഈ പാമ്പിന് അറിയില്ല എന്തിനാണ് ഭഗവാന്റെ പുറപ്പാട് എന്നുള്ളത് അറിയില്ല. അങ്ങനെ സ്ഫുടമല്ലാത്ത, വ്യക്തമല്ലാത്ത ചേഷ്ടയോടുകൂടി ഭഗവാൻ എന്തൊക്കെയാണ് വിചാരിക്കണത് എന്നുള്ളത് ആരൊക്കെ അറിയുക? ആരൊക്കെ അറിയില്ല. ഈ കാളിയനും ഒന്നും മനസ്സിലായില്ല. അങ്ങനെ നിന്ന് തന്നു, ഭഗവാൻ അങ്ങനെ നിന്നു കൊടുത്തു എന്നാണ്. അസ്ഫുടമായ ചേഷ്ടകളോടുകൂടിയ, അവ്യക്തമായ ചേഷ്ടകളോടുകൂടിയ അങ്ങയെ അനന്തബലം, അനന്തമായ ബലത്തോടുകൂടി, അസ്ഫുടമായ ചേഷ്ടകളോടുകൂടിയ അങ്ങയെ കൊത്തി വരിഞ്ഞ്, അങ്ങയെ വരിഞ്ഞ് കെട്ടി ദേഹത്തൊക്കെ അങ്ങോട്ട് കൊത്തി എന്നുള്ളത് പറയാണ്. സമവേഷ്ട പരിദശ്യ ഭവന്തം അനന്തബലം, അനന്തമായ ബലത്തോടുകൂടിയ അങ്ങയെ കൊത്തിയിട്ട് പരിദശ്യ, എല്ലാ ദിക്കിലും അങ്ങോട്ട് കൊത്തിയെന്നാണ് പറയണത്. എന്നിട്ട് സമവേഷ്ടയത്, അങ്ങയെ ചുറ്റി വരികയും ചെയ്തു, ഭഗവാനെ കാണാനില്ലാണ്ടായി എന്നാണ്. ജ്വലദക്ഷി, ജ്വലിക്കുന്നതായിട്ടുള്ള അക്ഷികളോടുകൂടിയ ആ മഹാഭുജകം പെരുമ്പാമ്പ്, പരീക്ഷരത് ഉഗ്രവിഷശ്വസനോഷ്മഭര, പുറത്തേക്ക് വമിക്കുന്നതായിട്ടുള്ള ഉഗ്രവിഷത്തോടു കൂടിയതായ ആ ശ്വസനം, കാറ്റ്. ആ കാറ്റ് ചൂട്, ആ ചൂടിനെ വഹിക്കുന്നതായിട്ട് ഉള്ള ആ മഹാഭുജകം, ആ പെരുമ്പാമ്പ് പരിദശ്യ ഭവന്തം, അങ്ങയെ
നല്ല പോലെ കുത്തിയിട്ട് അങ്ങേ ദേഹത്ത് മുഴുവൻ കുത്തിയിട്ട് പരിദശ്യ ഭവന്തം അനന്തബലം, അനന്തമായ ബലത്തോടു കൂടിയതായ അങ്ങയെ അതൊന്നും അവിടേക്ക് ഏശില്ല എന്ന് പറയാണ്. അനന്തബലവാനായിട്ടുള്ള ഭഗവാനെ സമവേഷ്ടയത് ചുറ്റിക്കീട്ടി, അതൊക്കെ ഭഗവാൻ ഇന്ന് കൊടുത്തു. എന്ത് അസ്ഫുടചേഷ്ടം, സ്ഫുടമായ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊന്നും സ്ഫുടമല്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതായിട്ടുള്ള പ്രവൃത്തികളാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ഈ കാളിയൻ ചുറ്റി വിരിഞ്ഞു എന്ന് ആ ശ്ലോകം. ഫണശൃംഗസഹസ്രവിനിസൃമരജ്വലദഗ്നിഗണോഗ്രവിഷാംബുധര പുരതപ്പണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അതിഘോര സഹസ്രഭണങ്ങളിലും വിഷമേറ്റമുതിർത്തുടനഗ്നിസമം തവ മുന്നിലുയർന്നു നിവർന്നവനും ബഹുതുംഗമൊടഞ്ജനശൈലസമം. ജ്വലദക്ഷി പരീക്ഷരദുഗ്രവിഷസ്വസനുഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിഷവായുവമിച്ചുടനഗ്നിസമം എരി കണ്ണുകളോടതിഘോരനവൻ അഹകൊത്തി ഭവാനെ ബലേശ്വരനെ തവ ദേഹമതാകെ വരിഞ്ഞുടലാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.